മുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് ഇത്രയും ചേർത്തില്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് കിട്ടൂല. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് അച്ചമ്മ ചൂര അച്ചാറിടുന്നുണ്ട് കേട്ടോ. 700 രൂപ കൊടുത്ത അച്ചമ്മ 2 ചൂര വാങ്ങിച്ചപ്പോഴത്തേക്ക് എനിക്ക് ചൂരക്കറി കൂട്ടിക്കൂടാ കേട്ടോ. അപ്പം അതും കൂടി എല്ലാവർക്കും, അത് മാത്രമല്ല ചൂര കറീനെക്കാട്ടി മീൻ കറീനെക്കാട്ടി എല്ലാവർക്കും അച്ചാറാണ് ഇവിടെ ഇഷ്ടം. അതുകൊണ്ട് അച്ചമ്മ ചൂര അച്ചാറിടാൻ തീരുമാനിച്ചു. എന്നിട്ട് അത് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിൻ്റെ മുള്ളില്ലാതെ ഇതിനെ മീനും മുള്ളും തമ്മിൽ വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. മസാല എല്ലാം ചേർത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നുള്ളതാണ്. അതിനായിട്ടുള്ള മസാലകൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അതും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ മസാല എല്ലാം അതിൽ പിടിച്ചു എന്ന് ഉറപ്പ് വരുമ്പോൾ നമുക്ക് എടുത്ത് പൊരിക്കാം കേട്ടോ. പൊരിക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അങ്ങ് മൂത്ത് പോകേണ്ട, ഒരു മീഡിയം രീതിയിൽ മൂത്താൽ മതി എന്ന് അച്ചാമ്മ പറഞ്ഞത്. ഈ മീൻ മൂപ്പിക്കാനാണ് കേട്ടോ കൂടുതൽ സമയം നമുക്ക് വേണ്ടത്. ഇത് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ വെറും 10 മിനിറ്റ് വരെ തികച്ച് വേണ്ട ചൂര അച്ചാറിടാനായിട്ട്. അങ്ങനെ ഞാൻ നോക്കി നിന്നപ്പോഴത്തേക്കും അച്ചാമ്മ പറഞ്ഞത്, മക്കളെ കറിവേപ്പില ഇല്ല, പെട്ടെന്ന് പോയി കറിവേപ്പില പറിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ പെട്ടെന്ന് പോയി കറിവേപ്പില പറിച്ചിട്ട് വന്നു. പിന്നെ നമ്മൾ മറ്റേ മുന്നേ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ, ആ എണ്ണ വേസ്റ്റ് ചെയ്ത് കളയണ്ട കേട്ടോ. ആ എണ്ണ ഇട്ട് തന്നെ നമുക്ക് അച്ചാറിടാം. ഇല്ല വേറെ പുതുതായിട്ട് എണ്ണ എടുത്താലും പ്രശ്നമില്ല. അതുപോലെ ഈ എണ്ണ വേസ്റ്റ് ചെയ്ത് ഇനി അത് വെച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ എണ്ണ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തത്. എന്നിട്ട് അത് ആവശ്യത്തിനുള്ള കടുക് ഇട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. പച്ചമുളക് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കടുകിനെക്കാട്ടി അപകടകാരിയാണ് പച്ചമുളക്. ചെറുതായിട്ടല്ല, നല്ല രീതിക്ക് അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ദൂരോട്ട് മാറിയിരിക്കുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളി ആവശ്യത്തിൽ കൂടുതൽ വേണം കേട്ടോ. ഈ അച്ചാറിന് ഏറ്റവും നല്ലോണം ടേസ്റ്റ് കൂട്ടുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അപ്പോൾ അതിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അതും ജസ്റ്റ് ഒന്ന് മൂക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് നല്ല മുളക് പൊടി ഇട്ട് കൊടുക്കുക. മറ്റേ മല്ലിയും മുളകും കൂടെ മിക്സ് അല്ല കേട്ടോ, ഇത് മുളക് പൊടി മാത്രമാണ്. പിരിയം മുളകിൻ്റെ പൊടി എന്നാണ് അച്ചാമ്മ പറഞ്ഞത്. അച്ചാമ്മ ഇവിടെ പിരിയം മുളക് വാങ്ങിച്ച് പൊടിക്കുന്നു. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ കാശ്മീരി ചില്ലി. അപ്പോൾ കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആ പൊടിയും കൂടി ഇട്ട് ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് ഉപ്പ് നമ്മൾ മുന്നേ മറ്റേ വറുത്ത് വെച്ചിരിക്കുന്നതിൽ ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. അപ്പോൾ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. നല്ല രീതിക്ക് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്ന് ജസ്റ്റ് നല്ലൊരു മണം വരും. ആ മണം ഞാൻ പറഞ്ഞു തരുന്നില്ല, നിങ്ങൾ അനുഭവിച്ച് നോക്കുക. പിന്നെ ഇതിൽ ഇച്ചിരി എണ്ണ കുറവായിരുന്നു. അപ്പോൾ അച്ചാമ്മ ഇച്ചിരി കൂടി എണ്ണ ചേർത്തിട്ട് കുറച്ച് ഉലുവാപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് നല്ല ഒരു പ്രത്യേക ഒരു മൂത്ത ഒരു മണം വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ വിനാഗിരി ചേർത്ത് കൊടുക്കണം. വിനാഗിരി ഇഷ്ടമല്ലാത്തവർ വെള്ളം ചേർത്താലും മതി. അത് ഓരോരുത്തരും. വിനാഗിരി ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടി ടേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് നാൾ ഇങ്ങനെ വെച്ചിരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ ഇത് വെച്ചിരിക്കാൻ കിട്ടുമോയെന്ന് അറിയത്തില്ല, എന്നാലും വെച്ചിരിക്കാൻ കണക്കാണ് അച്ചാമ്മ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉപ്പും എരിവും എല്ലാം നമ്മുടെ ആവശ്യത്തിനാണോ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം ഓക്കെ ആണ്, ഇതിൻ്റെ ഇത് മിക്സ് ഓക്കെ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ നമുക്ക് നമ്മളെ ചൂര ഇട്ട് കൊടുക്കുക. ഇച്ചിരിച്ച് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാലേ എല്ലാത്തിലും നല്ലോണം അരപ്പ് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇട്ട ഉടനെ എടുത്ത് കഴിച്ചാൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നില്ല. പക്ഷേ അത് ഒരു ദിവസം ഇരിക്കുകയാണെങ്കിൽ സൂപ്പർ അടിപൊളി ടേസ്റ്റാണ്. അത് ഞാൻ അത് എനിക്ക് തരാൻ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. അത് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. അപ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. ഒരു വട്ടമെങ്കിലും നിങ്ങൾ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കഴിച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്തോ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറഞ്ഞു തരുമ്പോൾ ഒരു നിമിഷം കൊണ്ട് ഇത് പറഞ്ഞു തരാനായിട്ട് എങ്ങനെ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ടേസ്റ്റ് ഓരോരുത്തർ കഴിച്ച് തന്നെ അറിയേണ്ടതാണ്. അത് കഴിച്ച് നോക്കണം. ഇതെല്ലാം കൂടി വെച്ച് നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ നമുക്കെടുത്ത് കഴിച്ച്
പോവാൻ തോന്നും, അത്ര ടേസ്റ്റാണ് ഇത്. ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പ്രേരിപ്പിക്കുന്നതോ അല്ല, ഇത് കഴിച്ച് നോക്കണം, അതിൻ്റെ ഒരു ടേസ്റ്റ്. അച്ചാമ്മ ഇത് സ്പെഷ്യലായിട്ട് ഇടുന്നതാണ് കേട്ടോ. ഇത് അച്ചാമ്മയ്ക്കും അമ്മയ്ക്കും മാത്രം അറിയുന്നുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കെന്നല്ല ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനാണെങ്കിൽ അതിൻ്റെ ചാറ് പോലും വിടാതെ അതിനെ വരെ ഞാൻ കഴിക്കുന്നുണ്ട്, കാരണം അതിൻ്റെ ചാറിന് ഒരു അത്ര ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇനി ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അച്ചാമ്മ പറഞ്ഞു തരും കേട്ടോ. മുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് ഇത്രയും ചേർത്തില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടൂല. ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.